പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയന് കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി പ്രവർത്തകർ. നിഖിൽ അളവൂർശ്ശേരിയാണ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, നാളെ നായനാർ ദിനമാണ്, അതുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ തിരിച്ചടി നേരിട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നത് കൂടിയുണ്ട്. എന്തായാലും വലിയൊരു സ്വീകരണമാണ് പ്രവർത്തകർ കണ്ണൂരിൽ നൽകിയത്. തീർച്ചയായും രുചി, ഏതായാലും പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് സ്വന്തം നാട്ടിലേക്ക് പിണറായി വിജയൻ എത്തുന്നത്. ആ നിലയ്ക്കുള്ള വലിയ സ്വീകരണം തന്നെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രവർത്തകർ പിണറായി വിജയന് നൽകിയത്. ഏതായാലും വിവിധ പരിപാടികൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ പറഞ്ഞതുപോലെ നായനാർ ദിനവുമുണ്ട്. മാത്രമല്ല വിവിധ പാർട്ടി ഓഫീസുകളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ്. നിരിയങ്ങൽ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമുണ്ട്. അത് മെയ് 19-നാണ്. ആ 19-ന് തന്നെ വൈകുന്നേരം 6 മണിക്കാണ് കല്യാശ്ശേരി VK നായനാർ ദിനാചരണം നടക്കുന്നത്. ആ പരിപാടിയിലും പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് മൊയാരം സ്മാരക അവാർഡ് രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്ന പരിപാടി മെയ് 20-ാം തീയതി നടക്കും. അന്ന് തന്നെ P ജയരാജന്റെ സനാതനികളുടെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പിണറായി വിജയനാണ് നിർവഹിക്കുന്നത്. അതിന് നിരവധി പരിപാടികൾ അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ 10 വർഷം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി പാർട്ടി തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം കണ്ണൂരിലെത്തുന്ന അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള പരിപാടികൾ കൂടിയാണ് വരും ദിവസങ്ങളിൽ കണ്ണൂരിൽ നടക്കാനുള്ളത്. ഏതായാലും വലിയ സ്വീകരണമാണ് പിണറായി വിജയന് പ്രവർത്തകർ നൽകിയിരിക്കുന്നത്.